ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡേ ഡ്രീമർ സീരീസിന്റെ രണ്ടാം എപ്പിസോഡിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് കാണാൻ പോകുന്നത്. ആദ്യ എപ്പിസോഡിൽ സനൻ തന്നെ കുടുംബത്തിന്റെ കടയിൽ ജോലി ചെയ്യണമോ അല്ലെങ്കിൽ പുതിയ ജീവിതം തുടങ്ങണമോ എന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനിടയിൽ അവൾ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന ട്വിസ്റ്റ് ആണ് നമ്മളെ ഈ സീരീസിന്റെ തുടർന്നുള്ള ഭാഗത്തിൽ കാണിക്കുന്നത്. ഫസ്റ്റ് സീനിൽ കാണിക്കുന്നത് 14th ആനിവേഴ്സറി പാർട്ടിയുടെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവിടുത്തെ സ്റ്റാഫുകളും അല്ലാതെ ഗസ്റ്റുകളും വന്ന് നിൽക്കുന്ന സമയത്ത് ഇൻവൈറ്റ് ചെയ്യാത്ത ഒരാൾ വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഐലിൻ. ഐലിൻ എന്ന് പറയുമ്പോൾ എൻട്രിയുടെ എക്സ് ഗേൾ ഫ്രണ്ടാണ്. ഐലിൻ വന്നിട്ട് അവിടെ കുറച്ച് സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചുറ്റുമുള്ളവരൊക്കെ അത് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സോറി പറയുന്നുണ്ട്. ഐലിൻ്റെ അടുത്ത് എൻട്രി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ച് ആ സീൻ അത് അവിടെ കഴിയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇവരെല്ലാവരും സ്റ്റേജിലോട്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സനമിനെ കാണിക്കുന്നത്. സനം മുകളിലെ ഡി ബ്ലോക്കിലോട്ട് പോവാണ്. അപ്പൊ ജെ പറഞ്ഞത് അവർക്കുള്ള സ്പേസ് അറേഞ്ച്മെന്റ്സ് ചെയ്തേക്കുന്നത് മുകളിലാണെന്ന്. അങ്ങനെ സനം അത് കേട്ട് മുകളിലത്തെ ഡി ബ്ലോക്കിലോട്ട് ചെന്ന് കയറുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. സനം അവിടെ ചെല്ലുന്നു, അവിടെ എല്ലാം ചുറ്റും നോക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ പോളനിന്റെ എൻട്രി വരുന്നത്. പോളൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാനിന്റെ ഗേൾഫ്രണ്ടാണ്. സനം റൂമിലോട്ട് എൻട്രി ചെയ്തതിന് ശേഷം അവിടെ എല്ലാം ചുറ്റും നോക്കുന്നുണ്ട്. അവിടെ ലേറ്റ് ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റായ സീൻ വരുന്നത്. നമ്മുടെ ക്യാൻ വരുന്നുണ്ട് ആ റൂമിലോട്ട്. എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീൻ ഇപ്പോഴാണ് വരുന്നത്. സനം ചുറ്റും നോക്കുന്നുണ്ട്, അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു ലൈറ്റ് കാണുന്നുണ്ട്. ഒരാൾ പെട്ടെന്ന് കയറി വരുന്നു, ഒരു സ്ട്രേഞ്ചർ. പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. സനം എന്താണെന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് ഷോക്കായിട്ട്. അങ്ങനെ ആ കുറച്ച് മൊമെന്റ്സ് അങ്ങനെ ഷോക്കായി നിന്ന് പോകുന്നുണ്ട്. ആകെപ്പാടെ ആ സ്ട്രേഞ്ചറിനെ കുറിച്ച് അറിയാൻ സനന് പറ്റിയ ഹിന്റ് എന്ന് പറയുമ്പോൾ ആ ഷൂവിന്റെ കളറാണ്. ഒരു ബ്ലാക്ക് ഷൂസ് ആണ് അവളായിട്ട് എടുത്ത് കണ്ടിട്ടുള്ളത്. ആ സ്ട്രേഞ്ചറിനെ കുറിച്ച് അറിയാവുന്ന ആകെപ്പാടെ ഒരു ഹിന്റ് അത് മാത്രമാണ്. അപ്പോഴേ അവൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് സനം ഇറങ്ങിപ്പോയതിന് ശേഷം ക്യാൻ ആലോചിക്കുന്നുണ്ട്, ഇതാരാണ്? ആ പെർഫ്യൂമിന്റെ സ്മെല്ല് എനിക്കൊട്ടും പരിചയമില്ലല്ലോ, ഇത് പോളനല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. സനവും അതേപോലെ ഇത് ആരാണ് ഈ സ്ട്രേഞ്ചർ എന്നൊക്കെ ആലോചിച്ചാണ് നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് സനം അവിടെ നിന്ന് താഴോട്ട് പോകുന്നുണ്ട്. സനം താഴോട്ട് പോകുമ്പോഴാണ് പോളൻ മുകളിലോട്ട് കയറി വരുന്ന സീൻ കാണിക്കുന്നത്. പോളൻ അങ്ങനെ മുകളിലോട്ട് ചെന്നിട്ട് ആ ഡി ബ്ലോക്കിലെ റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് ക്യാനിന്റെ അടുത്ത് പറയുന്നുണ്ട്, സോറി ഞാൻ വരാൻ ലേറ്റ് ആയി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാൻ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ ആ സ്ട്രേഞ്ചർ ആരായിരുന്നു എന്ന് ക്യാൻ ആലോചിക്കുന്നുണ്ട്. പിന്നീട് സീൻ കാണിക്കുന്നത് അവരുടെ കമ്പനിയിലെ ലോയർ പറയുന്നുണ്ട്, അച്ഛൻ പോകുന്നത് ഫോറിൻ ട്രിപ്പിനല്ല, പകരം അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം ട്രീറ്റ്മെന്റിനാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ സനം താഴെ ഇറങ്ങി വന്നതിന് ശേഷം ആ സ്ട്രേഞ്ചർ ആരാണെന്ന് നോക്കുന്ന സീനാണ് കാണുന്നത്. ആ ബ്ലാക്ക് ഷൂ ആരുടെ ആണ് എന്ന് നോക്കി നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. പക്ഷെ ക്യാൻ ഡ്രസ്സ് ഇത് വന്ന കാരണം അത് ക്യാൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ ലൈല സനവിനെ വിളിക്കുന്നത്. വീട്ടിൽ പോകാനായിട്ട് ക്യാബ് വന്നിട്ടുണ്ട്, പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ സനവും ഇറങ്ങുന്നുണ്ട്. അതിന്റെ കൂടെ ക്യാനും ഇറങ്ങുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞതിന് ശേഷം ഉള്ള സീൻ കാണിക്കുന്നത് നമ്മളെ ഐലിനുമായിട്ട് സംസാരിക്കുന്ന സീനുകളാണ് കാണിക്കുന്നത്. അവരങ്ങനെ എൻട്രി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഐലിൻ അവിടെ വന്നത്, അങ്ങനെ ഒരു സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഐലിൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻട്രിയെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി അവിടെ സംസാരിച്ചു നിൽക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഐഹാൻ നമ്മുടെ സനലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ കിസ് ചെയ്തൊന്നും പറഞ്ഞല്ലോ, വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഇന്നലെ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞ് ഐഹാൻ ഭയങ്കര ടെൻഷനായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സനം പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറഞ്ഞ് സനം കാര്യങ്ങൾ പറയുന്നുണ്ട്. സനം ഈ സ്ട്രേഞ്ചറിന് കൊടുത്തേക്കുന്ന നിക് നെയിമാണ് ആൽബർട്ടോസ്. ആൽബർട്ടോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് ഐഹാൻ ചോദിക്കുന്നുണ്ട്, അതിന്റെ മീനിങ് എന്താണെന്ന്. ആൽബർട്ടോസിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ സനം പറയുന്നുണ്ട്, ആൽബർട്ടോസ് എന്ന പക്ഷി ഒരാളെ സ്നേഹിച്ചാൽ ജീവിതം മുഴുവൻ അതേ പാർട്ട്ണറിനോടൊപ്പം തന്നെ ജീവിക്കും. അവൾ വളരെ ലോയലാണ്, എത്ര ദൂരം പോയാലും തിരികെ അതേ ആളിലേക്ക് തന്നെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്ന സീൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാനിനെയാണ് കാണിക്കുന്നത്. ക്യാൻ ആ പ്രോഗ്രാം 14th ആനിവേഴ്സറിക്ക് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. സന അപ്പോൾ ഇവിടെ ആൽബർട്ടോസിനെ കുറിച്ചും ആ സ്ട്രേഞ്ചറിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സീനാണ് കാണിക്കുന്നത്.
പിന്നീടുള്ള സീനിൽ അസീസും ക്യാനും തമ്മിൽ സംസാരിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. അസീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻ പറയുന്നുണ്ട് അച്ഛൻ്റെ കൂടെ ഞാനും വരാം. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് നീ ഇവിടെ വേണം, കമ്പനിയിൽ നിന്റെ ആവശ്യമുണ്ട്. അപ്പം ക്യാൻ പറയുന്നുണ്ട് എംട്രി ഉണ്ടല്ലോ, എംട്രി എല്ലാ കാര്യങ്ങൾ നോക്കിക്കൊള്ളുന്നു. അപ്പൊ അസീസ് പറയുന്നുണ്ട് എംട്രിക്ക് ക്രിയേറ്റിവിറ്റി കുറവാണ്, എംട്രിയെ മാത്രം കമ്പനി ഏൽപ്പിച്ചാൽ ശരിയാവത്തില്ല, കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കമ്പനി സീക്രറ്റ്സ് ഒക്കെ പുറത്ത് അറിയുന്നുണ്ട്, അപ്പം നീ ഇവിടെ വേണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എൻട്രി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. എൻട്രി അങ്ങനെ ദേശിച്ച് തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. പിന്നീട് അവരുടെ അച്ഛനെ യാത്ര അയക്കാൻ, ക്യാനും എംട്രിയും കൂടി അച്ഛനെ യാത്ര അയക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ്ഗൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്ര ആകുന്നുണ്ട്. അപ്പം എംട്രിയോട് അച്ഛൻ പറയുന്നുണ്ട് ഇന്നലെ എന്താ നീ വരാതിരുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം എംട്രി ചോദിക്കുന്നത് എന്തുവാണ്. അപ്പം എംട്രിയോട് അച്ഛൻ പറയുന്നുണ്ട് ഇനി ക്യാൻ ഇവിടെ കാണും, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ക്യാൻ ഇവിടെ കാണും, നീയും കൂടി രണ്ടുപേരും കൂടി കമ്പനിയുടെ കാര്യങ്ങൾ നോക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എംട്രി ചോദിക്കുന്നുണ്ട് ക്യാൻ അതിന് 2 ദിവസം കഴിയുമ്പോൾ പോകുമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ക്യാൻ പറയുന്നുണ്ട് ഇല്ല, അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അച്ഛൻ വരുന്നത് വരെ കമ്പനിയിൽ കാണുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും എംട്രിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് സീനിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സനമിന്റെ സീനാണ്. സനമിന്റെ അടുത്ത് മുസാഫർ അന്ന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. സനമിന്റെ വീട്ടിൽ ഇന്ന് അമ്മയായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. സനം പറയുന്നുണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ കല്യാണം കഴിക്കത്തില്ല, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മുസാഫിർ ഒന്നും കേൾക്കുന്നില്ല. മുസാഫിർ വീണ്ടും വീണ്ടും സനമിന്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എംട്രിയും ക്യാനും തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് കാണിക്കുന്നത്. കമ്പനിയിൽ ഇങ്ങനെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു പോകുന്നു, ഐലിൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നു എന്നൊക്കെ എംട്രിയോട് ക്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ എംട്രി പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല, എങ്ങനെ ഇതൊക്കെ പുറത്തു പോകുന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനില് നമ്മൾ എൻ്റെ ഐലിൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ബിസിനസ് പാർട്ണർ ആവാമെന്നും പറഞ്ഞ് പറയുന്ന സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം എംട്രി ഓഫീസിലോട്ട് വരുമ്പം സനം ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്നതെല്ലാം എംട്രി കേൾക്കുന്നുണ്ട്. അപ്പം സനമി ഫാമിലിയിൽ കുറച്ച് മണി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിന് ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് എംട്രി കേൾക്കുന്നത്. സനം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അപ്പൊ എംട്രി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. അപ്പോൾ സനം പറയുന്നത് നോ പ്രോബ്ലം, ഒരു ഇഷ്യൂസ് ഇല്ലെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സനം ആ സ്ട്രേഞ്ചറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി താടിയുള്ളവരുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഗുലിസ് അത് കണ്ടിട്ട് ഗുലിസ് ചോദിക്കുന്നുണ്ട് എന്തിനാ ഫോട്ടോ എടുത്തത്. അപ്പൊ സനം പറയുന്നുണ്ട് എനിക്ക് താടിയുള്ളവരുടെ ഫോട്ടോ എടുക്കുന്ന ഹോബി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ക്യാനിന് സനം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ക്യാൻ ആരാണെന്നൊക്കെ ചോദിക്കുവാണ്. ഞാൻ മാത്രം ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും ചെറിയ ഓഫീസായിട്ട് ഇത്രയും ചെറിയൊരു ഗ്രൂപ്പായിട്ട് ഞാൻ മാത്രം ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ക്യാനിനെ പറ്റി. അപ്പൊ ഇവരെ അവിടെ നിന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്, ക്യാൻ ബാക്കിൽ നിൽപ്പുണ്ടാകും. പക്ഷെ സനം അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ സനം വീണ്ടും ക്യാനിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് വീണ്ടും പറയുന്നുണ്ട് സനം ബാക്കിൽ ക്യാൻ നിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സനം മനസ്സിലാവുന്നുണ്ട്, ക്യാൻ അവിടെ നിൽക്കുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ സനം ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നിപ്പുണ്ടോ എന്നും പറഞ്ഞ് സനം ബാക്കിലോട്ട് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സനം കൈ ചൂണ്ടി കാണിച്ചതിന് ശേഷം ക്യാൻ നേരെ സനമിന്റെ മുമ്പിലോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാനാണ് ക്യാൻ എന്നുള്ള രീതിയിൽ എന്നിട്ട് സനമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സനം പറയുന്നുണ്ട് സനം എന്നാണ് പേരെന്ന്. അപ്പൊ വീണ്ടും ചോദിക്കുമ്പോഴത്തേക്ക് പറയും എന്റെ പേര് സനം എന്നാണ് പറയുന്ന സീൻ ആണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം ക്യാൻ ചേച്ചിയോട് പറയുന്നുണ്ട് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും വരണമെന്നും പറഞ്ഞ് പറയുന്നുണ്ട്. ക്യാൻ പോയതിന് ശേഷം സനം പറയുന്നുണ്ട് എനിക്ക് 3 ദിവസമേ ജോലി കാണത്തുള്ളൂ, എനിക്ക് എൻ്റെ ജോലി പോയി എന്നൊക്കെ പറയുന്ന ഇതൊക്കെ പറഞ്ഞു വെച്ചാണ് ഈ എപ്പിസോഡ് തീരുന്നത്. എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ അടുത്ത എപ്പിസോഡ് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ സനത്തിന്റെയും ക്യാനിന്റെയും കെമിസ്ട്രി ഈ എപ്പിസോഡ് മുതൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നു. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡ് എക്സ്പ്ലനേഷൻ ഉടനെ വരും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.